നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സുന്ദരിയായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാം. പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ യൂട്യൂബ് എവിടെ തുറന്നു കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന ഒരു സുന്ദരിയായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഇന്നതുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് അതിൽ ബട്ടറൊക്കെ തടവി വെച്ചിരിക്കുവാണ്. ഇനി നമ്മൾ കഷ്ണങ്ങൾ പൈനാപ്പിൾ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ നമ്മൾ നമ്മുടെ പാനിലിട്ട് ഏത് ടിന്നിലാണോ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളിൽ ഈർപ്പമെല്ലാം നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളം ഈർപ്പം ഒന്നും ഉണ്ടാകരുത്. നന്നായിട്ട് തുടച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ പൈനാപ്പിൾ എല്ലാം വെച്ചു. ഇനി ഇതിലേക്ക് ചെറി ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് കഷ്ണം കമിഴ്ത്തി വെക്കുകയാണ്. കാരണം നമ്മളിത് തിരിച്ചാണ് വെക്കുന്നത്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് പ്രൊജക്റ്റ് ചെയ്ത് വയ്ക്കുന്ന ഭാഗം കമിഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത് ചെറി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല. നിങ്ങൾക്ക് അതിനേക്കാളും ക്രിയാത്മകമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ പൈനാപ്പിളും ചെറിയും എല്ലാം വെച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേക്കിന്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് പൊടികൾ, അതായത് 1 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും കൂടി നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഒരു 2-3 തവണ ഇങ്ങനെ അരിച്ച് വെക്കണം. കാരണം ഇത് സാധനങ്ങളെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ സമയം നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്. അപ്പം എന്നിട്ട് നമുക്കൊരു തവ വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇടുക, പിന്നീട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക അലിഞ്ഞു തുടങ്ങുന്ന സമയത്തേക്ക്. അപ്പോൾ ഇത് ശരിക്കും ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും, ബ്രൗൺ കളറിലെ പഞ്ചസാര. അത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അതാണ് കുറച്ചുകൂടി പെർഫെക്റ്റ്. ഞാനിപ്പോൾ സാധാരണ പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നമ്മൾ ആ പൈനാപ്പിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് മിക്സ് റെഡിയാക്കണം, ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 60 ഗ്രാമോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല, സ്പാറ്റുല വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ബട്ടറിന് പകരം ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലായാലും കേക്ക് നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട, ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് 2 മുട്ട അല്ലെങ്കിൽ 1 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 മുട്ടയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ്ചർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്ലഫി ആകുമ്പോഴത്തേക്ക് ഇനി നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന പൊടികളുണ്ടല്ലോ, മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ഇത് ചേർത്തിട്ടുള്ളത് നമുക്ക് 2-3 ബാച്ചായിട്ട് ഇതിൽ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സെക്കൻഡ് ബാച്ചും തേർഡ് ബാച്ചും ഒക്കെ ഇതുപോലെ ഇട്ട് കുറേശ്ശെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്ക് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. 1/2 കപ്പ് പാലെന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അതായത് ബാറ്റർ ലൂസാകുന്ന അതനുസരിച്ചിട്ട്. ഇപ്പം നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലൂസാകും. അപ്പം അതനുസരിച്ചിട്ട് ഈ പാലിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂക്ക് വാം വാട്ടർ, ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ തന്നെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇതിൽ യൂസ് ചെയ്യാം. അതുപോലെ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം കേട്ടോ. ലെമൺ ജ്യൂസ് ഒരു ടീസ്പൂൺ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബീറ്റർ മാറ്റിയിട്ട് സ്പാറ്റില മാത്രം മതി. ഇനി ഓവർ മിക്സ് ആകാൻ പാടില്ല. അപ്പോൾ അതൊരു കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ ഒരുപാടങ്ങ് ഓവർ മിക്സ് ആകാത്ത രീതിയിൽ വേണം ബാറ്റർ കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ തവിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതും ചെയ്യരുത് എന്നുള്ളതാണ്.
അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കണം ആ ബാറ്റർ, അതായത് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി, ഒരുപാട് തിക്കാകാനും പാടില്ല, ഒരുപാട് ലൂസാകാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ടിന്നിൽ ആ പൈനാപ്പിൾ നമ്മൾ കാരമലൈസ് ചെയ്ത് പഞ്ചസാര ഒഴിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ മേളിലോട്ട് നമ്മൾ ഒരുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ കേക്കിൻ്റെ ആ ടിന്ന് ഇങ്ങനെ ഒന്ന് തട്ടണം. കാരണം ഇതിനിടയിൽ ഒരുപാട് എയർ ബബിൾ ഫോം ചെയ്യും. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കൊടുത്തേക്കുമല്ലേ, അപ്പോൾ ഒരുപാട് എയർ ബബിൾ ഫോം ചെയ്യും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ പൊടി അരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് ഞാനത് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടാണ് ഈ പരിപാടിയെല്ലാം ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് എടുക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു. അത് കേക്കിൻ്റെ ടിന്നിൻ്റെ കട്ടി, കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അതൊക്കെ അനുസരിച്ചിട്ട് അരമണിക്കൂർ മുതൽ 40-45 മിനിറ്റ് വരെയൊക്കെ വേരിയേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ നടുക്ക് കുത്തി നോക്കുക, അപ്പോൾ കറക്റ്റ് അറിയാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ കേക്ക് ഒന്ന് കമഴ്ത്തുകയാണ്. ഇത് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് നമ്മൾ ചൂടോടെ തന്നെ ഇളക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് കേക്ക് ടിന്ന് ഇങ്ങനെ കമഴ്ത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് എന്നിട്ട് നമ്മുടെ സുന്ദരിയായിട്ടുള്ള പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ഇത് റെഡിയായിരിക്കണം. കണ്ടോ, എല്ലാം സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ് ഈ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് എന്ന് പറയുന്നത്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ ഉള്ളിൽ മാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ, ആ ഒരു വൈബ്രേഷനിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെന്തുമാത്രം സ്പോഞ്ചിയാണ് ഈ കേക്ക് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കഴിച്ചു നോക്കിയാലോ. കണ്ടോ, അതിനിടയിൽ തന്നെ ഞാൻ ഇത്രയും തട്ടിയിട്ടും എയർ ബബിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിനത് ഇങ്ങനെ സിങ്കായി പോയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കല്ലേ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് എന്ന് പറയുന്നത്. അവർ പൈനാപ്പിളും ചെറിയും മാത്രം അത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സാധനങ്ങളെല്ലാം ഈ കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. ഇനി വേറെ വിപ്പിംഗ് ക്രീമോ അങ്ങനെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. താങ്ക്